പ്രസാദ്, പക്ഷേ വൈകാരികമായിരുന്നു ഇന്ന് നമ്മളവിടെ കണ്ട രംഗങ്ങളൊക്കെ തന്നെയും. ഈ കുടുംബാംഗങ്ങളെല്ലാം വലിയ രീതിയിൽ അവിടെ ബഹളം വെക്കുന്നത് കണ്ടു. ഒപ്പം ചില സംഘടനകളൊക്കെ തന്നെയും ഈ കല്ലറ പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത്രത്തോളം എളുപ്പമായിരിക്കും അവരെയൊക്കെ അനുനയിപ്പിക്കുക എന്നത്. അനുനയിപ്പിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസിനെയും ജില്ലാ ഭരണകൂടത്തിനെയും സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അസ്വാഭാവികമായ ഒരു മരണം. ആ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. അതിന്റെ നിയമപരമായ ബാധ്യതയുള്ളവരാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം പോലീസും. അതുകൊണ്ട് തന്നെ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള വഴി. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി നാളെ മറ്റൊരു വർഗീയ സംഘർഷം പോലെയുള്ള തലത്തിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഈ കല്ലറ പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന ഉദ്യോഗസ്ഥരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കുടുംബക്കാരാണ്, അമ്മയും മക്കളുമാണ് ആദ്യം മുന്നോട്ട് വന്നതെങ്കിൽ കുറച്ചു കഴിയുമ്പോഴേക്ക് ചില ഹൈന്ദവ സംഘടനകളുടെ പ്രാദേശിക നേതാക്കളും ഇവിടേക്ക് വരികയും അതിനെ തടയാനുള്ള ഒരു ശ്രമവും ഉണ്ടാവുകയും ചെയ്തു. അവർ പറയുന്നത് ഇത് കല്ലറയല്ല, ഇത് സമാധിയാണ്, ഇത് ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന നിലയിലേക്കാണ് കുടുംബവും ഒപ്പം ഈ പറയുന്ന കുടുംബത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഹൈന്ദവ സംഘടനപ്പെട്ടവരും രംഗത്തെത്തിയത്. പിന്നീട് പോലീസും ജില്ലാ ഭരണകൂടവും അതിന്റെ നടപടി തുടങ്ങിയതോടുകൂടിയാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതും കുടുംബം പരസ്യമായി കല്ലറയുടെ മുന്നിലിരുന്ന് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് വന്നത്. അവരെ ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് മാറ്റേണ്ടിയും വന്നു. വിനീത, ഇതാണ് എനിക്ക് പിറകിൽ കാണുന്നതാണ് ഈ കല്ലറ സമാധി എന്നറിയപ്പെടുന്ന ഈ കല്ലറ. ഇതിലാണ് ഗോപൻ സ്വാമി ഉള്ളത്. ഇതിന്റെ തൊട്ടപ്പുറമാണ് ഇവരുടെ കുടുംബക്ഷേത്രം. അതായത് അതിന്റെ മതിലിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ വീടും സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു 30 മീറ്റർ ചുറ്റളവിലാണ് ഈ സമാധി എന്ന് പറയുന്ന ഈ കല്ലറയുമുള്ളത്, ക്ഷേത്രവുമുള്ളത്, വീടുമുള്ളത്. ഇതിവർ വിശ്വാസത്തിന്റെ ഭാഗമായി ഉയർത്തുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഇന്ന് എത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന്. കാരണം രണ്ട് വിഭാഗമായി ഇവർ തിരിഞ്ഞു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രദേശത്തെ CPIM ഉൾപ്പെട്ട ചില പൊതുപ്രവർത്തകരും ചില നാട്ടുകാരും അടിയന്തരമായി ഈ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് വന്നു. ഒപ്പം തന്നെ ഇത് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരെ ബോധ്യപ്പെടുത്താതെ ഈ കല്ലറ തുറന്നുകൊണ്ട് ഈ സമാധി ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു കൂടിയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് പോയത്. നേരത്തെ ഈ സംഘർഷ സമയത്ത് തന്നെയാണ് സബ് കളക്ടർ പുറത്തേക്ക് പോയതും. സബ് കളക്ടറോട് നമ്മൾ അപ്പോൾ തന്നെ സംസാരിച്ചതിന്റെ ശബ്ദമാണ് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ സബ് കളക്ടർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അത് മോശമാക്കിക്കൊണ്ട് ഇത്തരം നടപടികളിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷേ നിയമപരമായ നടപടി പൂർത്തിയാക്കിയേ മതിയാവൂ. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മരണകാരണം ബോധ്യമാകൂ. അതുകൊണ്ട് തന്നെ ആ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇത് കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് തൽക്കാലം കഴിയുകയില്ല എന്ന് തന്നെയാണ് സബ് കളക്ടർ നേരത്തെ തന്നെ പറഞ്ഞത്. വീട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് DYSP ഓഫീസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ വീട്ടുകാരുമായും ഒപ്പം പ്രതിഷേധിക്കാനെത്തിയ ഹൈന്ദവ സംഘടനകളിൽപ്പെട്ട ചില ആളുകളുമായും ചർച്ച ചെയ്യുകയും ചെയ്തത്. ഏറ്റവും അവസാനം പ്രതിഷേധിച്ചവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു സ്റ്റാൻഡ് പോലീസും ജില്ലാ ഭരണകൂടവും ഇങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അത് കുടുംബത്തെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തണം, നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം, അത് പൂർത്തിയാക്കിയതിനു ശേഷം ചെയ്തോളൂ എന്ന രീതിയിലാണ് അവരും സംസാരിച്ചത്. ഒരുപക്ഷെ ഇന്ന് ചർച്ചയുടെ ഭാഗമായി ഏതാണ്ട് എത്തിയിരിക്കുന്ന തീരുമാനവും അത് തന്നെയായിരിക്കും. നിയമപരമായ നടപടി നോട്ടീസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നിങ്ങൾ നടപടികളിലേക്ക് കടന്നോളൂ എന്ന നിലപാടിലേക്ക് എത്താനാണ് സാധ്യത. വിനീത.